നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം നമ്മുടെ മുന്നിലേക്ക്. ആദ്യ പോരാട്ടം ഇന്ന് പോർച്ചുഗലിന് കളിയുണ്ട്. അത് 10:30 നമുക്ക് വിശദമായിട്ട് അതിൻ്റെ പ്രിവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മറ്റൊരു സൂപ്പർ പോരാട്ടമില്ലടോ ഇന്ന്. കിടിലൻ പോരാട്ടം. ക്രൊയേഷ്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. രാത്രി ഇന്ത്യൻ സമയം 1:30 ആ കളി. ആര് ജയിക്കും? വേൾഡ് കപ്പിലെ ഹോട്ട് ഫേവററ്റുകളുടെ ലിസ്റ്റിൽ പലരും പരിഗണിക്കുന്ന ടീമാണ് ഇംഗ്ലണ്ട് എന്ന കാര്യം മറക്കേണ്ടതില്ല. മറുഭാഗത്ത് ക്രൊയേഷ്യയാണ്. നമ്മുടെ ലൂക്ക മോഡ്രിച്ചിൻ്റെ ക്രൊയേഷ്യ കഴിഞ്ഞ ദിവസങ്ങളിൽ രസകരമായൊരു മറുപടി ഇംഗ്ലണ്ടുകാർക്ക് അവരുടെ കോച്ച് കൊടുത്ത്, ക്രൊയേഷ്യയുടെ കോച്ച് കൊടുത്ത് നമുക്ക് ഓർമ്മയില്ലേ? വയസ്സമ്പട എന്ന് ക്രൊയേഷ്യയെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, 60 കൊല്ലമായിട്ട് ഒറ്റ മെഡൽ പോലും വേൾഡ് കപ്പിൽ ഇല്ലാത്ത ടീമാണ് ഈ ഇംഗ്ലണ്ട്. ഞങ്ങൾക്ക് 3 ഉണ്ട് എന്ന്. 98 3-ാം സ്ഥാനം നേടിയതും, പിന്നെ 2018 റണ്ണറപ്പ് ആയതും, കഴിഞ്ഞ വേൾഡ് കപ്പിൽ 3-ാം സ്ഥാനം നേടിയതൊക്കെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ചുരുക്കത്തിൽ ആ ഒരു റിവൽറി കൂടി അവിടെ ഉണ്ട് എന്നർത്ഥം. ഇപ്പോൾ ഈ കളിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഹാരി കെയ്ൻ വലിയ പ്രതീക്ഷയിലാണ്. ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ താരം ഹാരി കെയ്ൻ പറഞ്ഞ ഇതാണ് ഇംഗ്ലണ്ടിന് വേൾഡ് കപ്പ് നേടാനുള്ള ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി എന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്, അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. ഫോർ ഷുവർ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് വി വിൽ ഹാവ് ആസ് എ ടീം ടു വിൻ ഇറ്റ്. ഇത് നേടാൻ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്തവണത്തേത്. ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും വളരെ ഈഗറായിട്ട് ടൂർണമെൻറ്റ്, ഞങ്ങളുടെ മത്സരം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ല കേപ്പബിലിറ്റി ഉണ്ട്, ടൂർണമെൻറ്റിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷയാണുള്ളത് എന്ന് ഹാരി കെയ്ൻ പറയുന്നുണ്ട്. ഹാരി കെയ്ൻ ഇപ്പോൾ ഇത്തവണ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ടൊക്കെ നേടി വരുന്ന വരവാണ്. അതേ പ്രകടനം അദ്ദേഹം വേൾഡ് കപ്പിലും നടത്തുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതേസമയം മറുഭാഗത്ത് ക്രൊയേഷ്യയുടെ കോച്ച് ഡാലിച്ച് വളരെ കൃത്യമായിട്ട് ഹാരി കെയ്നെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം, അവർക്ക് ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ ഉണ്ട്, അവർക്ക് കെയ്നുണ്ട്. കെയ്ന് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ മത്സരത്തിൽ ചെയ്യാൻ പറ്റും, നമ്മളത് ശ്രദ്ധിക്കണം. അതേസമയം തന്നെ നമ്മളും അതനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തൻ്റെ വലം കൈയാണ് സൂപ്പർ താരം ലൂക്ക മോഡ്രിച്ച് എന്നുകൂടി കോച്ച് പറയുന്നു. ഹീ ഈസ് മൈ റൈറ്റ് ഹാൻഡ് ഓൺ ദി പിച്ച്. കളിക്കളത്തിൽ എൻ്റെ റൈറ്റ് ഹാൻഡാണ് അവൻ എന്ന് പറഞ്ഞാൽ ഹീ മീൻസ് എ ലോട്ട്. ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ഞങ്ങളുടെ ടീമിൽ, ഞങ്ങളുടെ ഒരു പേഴ്സൺ എന്ന നിലയിലും അദ്ദേഹത്തിന് വലിയ സ്ഥാനമുണ്ട്. എൻ്റെ റൈറ്റ് ഹാൻഡാണ് എന്ന് പറഞ്ഞാൽ കളിക്കളത്തിൽ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി ഡാലിച്ച് പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് നല്ലൊരു പോരാട്ടം നമുക്ക് കാണാൻ പറ്റും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. രണ്ട് ടീമിൻ്റെയും പ്രോബബിൾ ലൈനപ്പിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കാര്യത്തിൽ നമുക്കറിയാലോ, ഇംഗ്ലണ്ട് ടീനോ ലിവഡമെൻറ്റോയെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയപ്പോൾ പകരം ട്രെവർ ചലോബയെ വെച്ച് അവർ റീപ്ലേസ് ചെയ്തു. നമ്മൾ ഇന്നലെ ആ വാർത്ത നമ്മൾ കേട്ടു. ഏതായാലും ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രെഡിക്റ്റഡ് ലെവലിലേക്ക് പോവുകയാണ്. ഗോൾ കീപ്പറായിട്ട് പിക്ഫോർഡ്, പിന്നെ മറ്റു താരങ്ങൾ ജെയിംസ്, കൊൻസ, ഗൊയ്, ഒഴീലി, ആൻഡേഴ്സൺ, റൈസ്, സാക്ക, ബെല്ലിംഗാം, ഗോർഡൻ, കെയ്ന് എന്നിവരെയാണ് നമ്മൾ അവരുടെ സ്റ്റാർട്ടിംഗ് ലെവൽ പ്രതീക്ഷിക്കുന്നു. മറുഭാഗത്ത് ലിവാക്കോവിച്ചും, സ്റ്റാനിസിച്ചും, സുറ്റാലോയും, ഉസ്കോവിച്ചും, ഗാർഡിയോളും, മോഡ്രിച്ചും, കൊവാസിച്ചും, പെസാലിച്ചും, ക്രമാരിച്ചും, പെരിസിച്ചും, ബുദിമിറും ഒക്കെ ചേർന്നുകൊണ്ട് ക്രൊയേഷ്യയുടെ നീക്കങ്ങളും നയിക്കും. എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ സൂപ്പർ പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.